ഈ കൊലപാതകം നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ CPM സാധാരണഗതിയിൽ പിന്നെ കൊലപാതകം നടത്തുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ആ പെരിയയിൽ ആ 2 കുട്ടികളെ കൊലപാതകം നടത്തുന്നതിന് കാരണമായിരിക്കുന്നത് ഒരു പ്രകോപനപരമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ആ നേതാവ് ആവർത്തിച്ച് കൊലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടറിയ ശബ്ദത്തിൽ കൊലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ചിതയിൽ വെക്കാൻ പോലും കഴിയാത്ത വണ്ണം പൂങ്കുല ചിതറുന്നത് പോലെ ചിതറിപ്പിച്ചു കളയും ഞങ്ങൾ. എല്ലാരും വിളിച്ചു. അതിലേക്ക് ഞങ്ങളെ നയിക്കരുത്. ഇതാണ് ആ വീഡിയോ. വേണമെങ്കിൽ മുസ്തഫയ്ക്കും ഈ പറയപ്പെടുന്ന ഈ ചാനൽ ഇപ്പോ ചർച്ച നടത്തി കൊടുക്കുന്ന റാഷിദിനും ഞാൻ അയച്ചു തരാം. ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് BPP മുസ്തഫ എന്ന് പറയുന്നത്. അയാളാണ് ഇവിടെ വന്നിരുന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നാണമില്ലേ നിങ്ങൾക്ക്? വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഒരു പക്ഷേ ഇനി പീതാംബരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നാട്ടിലുള്ള പോലീസുകാരെയും പട്ടാളക്കാരെയും മുഴുവനും അവർ വിലക്ക് വാങ്ങി വെച്ചിരിക്കുകയല്ലേ. കൊലവിളി പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം മുസ്തഫ? ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. മുസ്തഫ കോടതിയോ? മുസ്തഫ സുപ്രീം കോടതിയോ? മുസ്തഫ ഹൈക്കോടതിയോ? മുസ്തഫ പോലീസോ? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. മുസ്തഫയുടെ കൊലവിളി പ്രസംഗം ചിതയിൽ വെക്കാൻ പോലും കഴിയാത്ത വണ്ണം ചിതറിച്ചു കളയും. എന്നിട്ട് വന്നിരുന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു നാണമില്ലാത്തവന്മാർ. വനത്തെ കഞ്ഞില്ലേ ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.